തൃശൂർ കുന്നംകുളം സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടാമെന്ന് നിയമോപദേശം. കേസ് കോടതിയിലാണെന്നത് നടപടിക്ക് തടസ്സമല്ല. 4 പോലീസുകാർക്കും അടുത്ത ആഴ്ച കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. റിനു ശ്രീധർ തിരുവനന്തപുരത്തും ചേരും. റിനു, കടുത്ത നടപടികളിലേക്ക് ആലോചനകൾ പോകുന്നു, അതിനുള്ള സാധ്യതകൾ തെളിയുന്നു. പിരിച്ചുവിടാമെന്ന് നിയമോപദേശം കിട്ടിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? പിരിച്ചുവിടലിലേക്ക് കാര്യങ്ങൾ എത്തുമോ? സസ്പെൻഷൻ അപ്പുറത്തേക്ക് പോകുമോ? സുഖിൽ, ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ ഒരു നിയമോപദേശം ലഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കൃത്യമായി തൃശൂർ റേഞ്ച് DIG നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ IG ഉത്തരമേഖല IG രാജ്പാൽ മീണ കൃത്യമായി തന്നെ ഇത് DGPക്ക് റിപ്പോർട്ടായി തന്നെ സമർപ്പിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ പോലീസിന് കൃത്യമായി തന്നെ ഒരു നിയമോപദേശം പോലീസ് തേടുകയും ഈ പോലീസിൻ്റെ നിയമോപദേശത്തിൽ കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിൽ പ്രശ്നമില്ല, ഈ 4 ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിടാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നോ നാളെയോ ഇവർക്കെതിരെ ഒരു നടപടി ആദ്യഘട്ടത്തിൽ ഒരു സസ്പെൻഷൻ ആയിരിക്കും. ആ സസ്പെൻഷന് ശേഷം കൃത്യമായി തന്നെ ഷോക്ക് ഓഫ് നോട്ടീസ് കൊടുക്കുമെന്നുള്ളതാണ്. 4 പോലീസുകാർക്കെതിരെയും അടുത്ത ആഴ്ചയായിരിക്കും അത്തരത്തിൽ ഒരു നോട്ടീസ്, കാരണം കാണിക്കൽ നോട്ടീസ് നൽകുക. അതിന് കൃത്യമായ മറുപടി ലഭിച്ചതിന് ശേഷമായിരിക്കും ഇത്തരം പിരിച്ചുവിടൽ നടപടി ഉണ്ടാകുമെങ്കിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. എന്തായാലും കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 4 പോലീസുകാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. 5-ാമനായിട്ടുള്ളൊരു ഡ്രൈവറുണ്ട്, സുഹൈർ എന്ന് പറയുന്ന ഡ്രൈവർ. അദ്ദേഹവും ഈ സുജിത്തിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് സുജിത്ത് പറയുന്നത്. ഈ 5-ാമനെതിരെ നടപടി വേണമെന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പോലീസിലില്ല, അദ്ദേഹം റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ സർവീസിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അത്തരമൊരു നീക്കത്തിലേക്കും പോകും. എന്തായാലും കോടതി 4 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്വമേധയാ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും നടപടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. പോലീസ് ഒരു നിയമോപദേശം തേടി ഈ കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ആ ഉപദേശം. കൃത്യമായി തന്നെ ആ നിയമോപദേശം ലഭിച്ചിരിക്കുന്നു. ഇവർക്കെതിരെ കർശന നടപടിയെടുത്ത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നടപടി. അതിന്റെ പശ്ചാത്തലത്തിൽ ഉത്തരമേഖല IG രാജ്പാൽ മീണ കൃത്യമായി തന്നെ ഇതിലൊരു നടപടി എടുക്കുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. സുഹൈൽ, എന്തായാലും ആളറിഞ്ഞ മനഃപൂർവ്വം വൈരാഗ്യത്തോടെ തല്ലിച്ചതച്ച സംഭവത്തിൽ സസ്പെൻഷനിൽ കാര്യങ്ങൾ ഒതുങ്ങില്ല. ആ തല്ലിയ ഉദ്യോഗസ്ഥനെ കാക്കിടുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. പിരിച്ചുവിട്ടാലും നിലവിൽ പ്രശ്നമില്ലെന്ന നിയമോപദേശം കൂടി ലഭിച്ച അടിസ്ഥാനത്തിൽ തൽക്കാലം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്തിന് തല്ലി, എന്ത് പറയാനുണ്ടെന്ന് ചോദിക്കും. അതിനപ്പുറത്തേക്ക് തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ സാധ്യതകൾ തെളിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.